ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചൊക്കെ പറയാൻ പ്രാപ്തിയുള്ള ഒരുപാട് പേര്, ദേശാഭിമാനിൻ്റെ പത്രാധിപർ കൂടിയായിട്ടുള്ള ദിനേശൻ പുത്രത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ആമുഖ പ്രഭാഷണമുണ്ട്, മുഖ്യ പ്രഭാഷണമുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. പക്ഷെ ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ പാതയിലാണ് ഇടതുപക്ഷം എന്നുള്ളത്. പാർലമെൻറ്റിൽ നമ്മൾ വളരെ ചെറിയൊരു ഫോഴ്സാണ്, വളരെ ശുഷ്കമാണ്. ഏതാനും അംഗങ്ങൾ മാത്രമേ പാർലമെൻറ്റിലുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇടതുപക്ഷ രാഷ്ട്രീയം നമുക്ക് പകർന്നു നൽകുന്ന ദിശാബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഈ രാജ്യം ഈ രൂപത്തിലേക്ക് കൂപ്പുകുത്തിയതെന്നുള്ള കാര്യം ഞങ്ങളെപ്പോലുള്ള അംഗങ്ങൾ ഇടയ്ക്കെങ്കിലും അവിടെയുള്ള മന്ത്രിമാരെയും പ്രധാനമന്ത്രിയും ഒക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ കർത്തവ്യപഥത്തിൽ വലിയ പരേഡ് നടന്നു. ഈ കർത്തവ്യപഥം എന്ന് പറഞ്ഞാൽ പണ്ട് രാജ്പത്തായിരുന്നു, അതിൻ്റെ പേര് മാറ്റി. ഇപ്പം BJP ഗവൺമെൻറ്റിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പേരുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാർലമെൻറ്റ്, പഴയ പാർലമെൻറ്റ് പോയി പുതിയ പാർലമെൻറ്റ് വന്നു. പക്ഷേ ബിൽഡിംഗ് പുതിയതായെങ്കിൽ പോലും നമ്മുടെ പാർലമെൻറ്റ് നടപടികളുടെ ആ അന്തസാരം അല്ലെങ്കിൽ അതിൻ്റെ അകക്കാമ്പ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂണുകളുടെ അവസ്ഥ. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് തിലകൻ സാഹു എന്നെ പരിചയപ്പെടുത്തി, അല്ലേ? പരിചയപ്പെടുത്തിയില്ലേ? എനിക്ക് സത്യം പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകനാണെന്ന് പറയാൻ എനിക്കൊരു മടിയുണ്ട്. എന്താ കാരണം വെച്ചാൽ നിങ്ങളെല്ലാം ഈ മാധ്യമ പ്രവർത്തകരെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇവിടെ ഇരിക്കുന്ന ചേച്ചി പറഞ്ഞ മാപ്രകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മാധ്യമ മേഖല ഏതെല്ലാം തലത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് ഇന്ന് മാപ്രകൾ എന്നുള്ള സംജ കൊണ്ട് നമ്മുടെ മാധ്യമ മേഖലയെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. 1980കളുടെ അന്ത്യത്തിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിട്ട് പോയ ഒരാളാണ്. അന്ന് രാജീവ് ഗാന്ധി 4-3 ഭൂരിപക്ഷത്തിന് ഇന്ത്യ ഭരിക്കുന്ന സമയമാണ്. പക്ഷെ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അത് 4-3 ഭൂരിപക്ഷത്തിന് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ആർജവവും തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കെതിരെ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കെതിരെ ഇല്ല, ഒരു വിഭാഗത്തിനെതിരെ മാത്രം, ഈ ഇരിക്കുന്നവർക്ക് മാത്രം, കേൾക്കേ മാത്രമേ ഉള്ളൂ. എന്തും എപ്പോഴും വിളിച്ചു പറയാൻ പറ്റും. ദിനേശിനെ പോലുള്ള ആൾക്കാർ പറയാറുണ്ട് ഇതൊരു സ്വാതന്ത്ര്യം ദുരുപയോഗിക്കലല്ലേ. അപ്പം ഞാൻ പറയും, സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാലും വേണ്ടില്ല, ഈ ഒരു സ്വാതന്ത്ര്യമുള്ള ഏക ഇടം കേരളം മാത്രമാണ്. കേരളത്തിന് വെളിയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവമോ തൻ്റെ ഇടവോ ധൈര്യവുമില്ല. യഥാർത്ഥത്തിൽ ബൊഫേഴ്സ് കുംഭകോണം ഉൾപ്പെടെയുള്ള എത്രയോ കുംഭകോണങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മാധ്യമം BJP ഗവൺമെൻറ്റുമായി മുൻനിർത്തി ഏതെങ്കിലും ഒരു വാർത്ത, അന്വേഷണാത്മക വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് രമണ പറഞ്ഞത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇന്ത്യയിൽ അസ്തമിച്ചു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൻ്റെ 4ാം നെടുന്തൂണായിട്ടുള്ള മാധ്യമ മേഖല ക്ഷയിക്കുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തണം.